നമസ്കാരം, ആസാദി നൈറ്റ് ഡിഷിലേക്ക് എവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സോണിയാഗാന്ധി ആശുപത്രിയിൽ. രാജ്യത്തെ കോവിഡ് കേസുകൾ 5500 കടന്നു. 24 മണിക്കൂറിൽ 4 മരണം. കാലവർഷം ദുർബലം. വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്നു. ലയണൽ മെസ്സി കേരളത്തിലേക്ക്. ഭാര്യയെ വെട്ടിക്കൊന്നു ശേഷം തലയറുത്തെടുത്ത് സ്കൂട്ടറിൽ യാത്ര. ബംഗളൂരുവിൽ യുവാവ് അറസ്റ്റിൽ. തീവണ്ടി യാത്രയിൽ ഇനി ആധാർ പരിശോധന കർശനം. വ്യാജ കാർഡ് ഉപയോഗിച്ചാൽ പിടിവീഴും. 1.5 ലക്ഷം രൂപ കൈക്കൂലി. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ വിജിലൻസ് പിടിയിൽ. അഖിലേന്ത്യാ കിസാൻ കൗൺസിൽ തില്ലങ്കേരിയിൽ. ചൊക്ലിയിൽ സംസ്കാര സന്നദ്ധ സേന പ്രവർത്തനം തുടങ്ങി. ബാരാപോളിൽ വൈദ്യുതി ഉൽപാദനം തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയെ ഷിംല ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2024 ഡിസംബറിൽ സോണിയാഗാന്ധിക്ക് 78 വയസ്സ് തികഞ്ഞിരുന്നു. നിലവിൽ സോണിയാഗാന്ധി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. നേരിയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പരിശോധനയ്ക്കായാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലും സോണിയാഗാന്ധിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. അന്ന് ഡൽഹിയിലെ ശ്രീ ഗംഗാറാം ആശുപത്രിയിലാണ് അവരെ ചികിത്സിച്ചിരുന്നത്. ആരോഗ്യനില ഭേദപ്പെട്ടതോടെ ഫെബ്രുവരി 21-നാണ് ആശുപത്രി വിട്ടത്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. സജീവ കൊറോണ വൈറസ് കേസുകൾ 5755 ഉയർന്നു. 391 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 1806 ആക്റ്റീവ് കേസുകളാണ് കേരളത്തിലുള്ളത്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഗുജറാത്തും ഡൽഹിയുമാണ്. ഗുജറാത്ത് 717, ഡൽഹി 665, പശ്ചിമ ബംഗാൾ 622, മഹാരാഷ്ട്ര 577, കർണാടക 444, ഉത്തർപ്രദേശ് 208, തമിഴ്നാട് 194, പുതുച്ചേരി 13, ഹരിയാന 87, ആന്ധ്രാപ്രദേശ് 72, മധ്യപ്രദേശ് 32, ഗോവ 9 എന്നിങ്ങനെയാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതിൽ മധ്യപ്രദേശിൽ നിന്നുള്ള 45-കാരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള 79-കാരനും COVID-19 സ്ഥിരീകരിച്ചു. മറ്റ് 2 പേരുടെ മരണകാരണം അണുബാധയാണോ എന്നത് വ്യക്തമായിട്ടില്ല. കോവിഡ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവ നേരിയ സ്വഭാവമുള്ളതാണെന്നും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2022-ൽ ഇന്ത്യയിൽ കോവിഡ് തരംഗത്തിന് കാരണമായ ഒമിക്രോണിന്റെ ഉപവകഭേദങ്ങളാണെന്ന് ഇപ്പോഴത്തെയും രോഗവ്യാപനത്തിന് കാരണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറഞ്ഞു. LF7, XEFG, JN1, NB181 എന്നീ വകഭേദങ്ങളുടെ വ്യാപനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗളൂരുവിൽ ഭാര്യയുടെ തല വെട്ടിയെടുത്ത് സ്കൂട്ടറിൽ വെച്ച് യാത്ര ചെയ്ത യുവാവ് അറസ്റ്റിൽ. ഹെബ്ബഗോഡി സ്വദേശിയായ മാനസ ആണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം മാനസയുടെ തലയറുത്തെടുത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഭർത്താവ് ശങ്കർ പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച രാത്രി 11:30ഓടെയാണ് സംഭവം. ചന്തപ്പുര അനേക്കൽ മെയിൻ റോഡിലൂടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ധരിച്ച് ഒരാൾ പോകുന്നത് കണ്ട് പോലീസ് പ്രതിയെ പിന്തുടരുകയായിരുന്നു. തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് സ്കൂട്ടറിന്റെ ഫുട്ബോർഡിൽ തലയറുത്ത നിലയിൽ കണ്ടത്. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ശങ്കർ ഭാര്യയെ കൊലപ്പെടുത്തിയ വിവരം പുറത്തറിയുന്നത്. ഇന്നലെ രാത്രി ഹെബ്ബാഗോഡിക്ക് അടുത്തുള്ള ഹീലാലിഗെ ഗ്രാമത്തിലാണ് കൊലപാതകം നടന്നത്. മാനസയെ ശങ്കർ മഴു ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇവരുടെ തല വെട്ടിയെടുത്ത ഇയാൾ കീഴടങ്ങാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ശങ്കറും മാനസയും 5 വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹിതരായത്. 3 വയസ്സുള്ള ഒരു മകളുണ്ട്. ഹീലാലിഗയിലെ ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇരുവരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ശങ്കറും മാനസയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും അതാവാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ബംഗളൂരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കാലവർഷം ദുർബലം. വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്നു. കാലവർഷം ദുർബലമായതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം അപ്രതീക്ഷിതമായി കുതിച്ചുയരുന്നു. ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാതായതോടെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി കട്ട് ചെയ്യേണ്ടി വന്നു. ആഘാതം കുറയ്ക്കാൻ വൈദ്യുതി ബോർഡ് ആഭ്യന്തര ജലവൈദ്യുതോൽപാദനം സമീപകാല റെക്കോർഡിലേക്ക് ഉയർത്തുകയും ചെയ്തു.
വ്യാഴാഴ്ച രാത്രി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് കേരളം 1000 മെഗാവാട്ട് ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയത് 75 മെഗാവാട്ട് മാത്രമായിരുന്നു. ഉപഭോഗം ഉയർന്നാൽ വരും ദിവസങ്ങളിലും ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്നാണ് സൂചന. സംസ്ഥാനത്തെ രാത്രി വൈദ്യുതി ഉപഭോഗത്തിൽ 5 ദിവസം കൊണ്ട് 1.29 കോടി യൂണിറ്റിന്റെ വർധനവാണുണ്ടായത്. ജൂൺ 1-ന് 7.31 കോടി യൂണിറ്റായിരുന്നു വൈദ്യുതി ഉപഭോഗം. വ്യാഴാഴ്ച ഇത് 8.60 കോടി യൂണിറ്റായി. മഴക്കാലമായതിനാൽ ഉപഭോഗം ഇത്രയും ഉയരുമെന്ന് ബോർഡ് പ്രതീക്ഷിച്ചിരുന്നില്ല. വ്യാഴാഴ്ച സമീപകാല ചരിത്രത്തിലെ റെക്കോർഡായ 4.09 കോടി യൂണിറ്റിലേക്കാണ് ജലവൈദ്യുതോൽപാദനം ഉയർന്നത്. ജൂൺ 1-ന് ഇത് 3.85 കോടി യൂണിറ്റായിരുന്നു. കടുത്ത വേനലിൽ പോലും 2.3 മുതൽ 2.8 കോടി യൂണിറ്റ് വരെ മാത്രമേ വൈദ്യുതി ബോർഡിന്റെ ഉൽപാദനം ഉണ്ടാകാറുള്ളൂ. വരും നാളുകളിലും പ്രശ്നം രൂക്ഷമാകും. ഇത് മുൻകൂട്ടി കണ്ട് സോളാർ വീടുകളിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട്. എനർജി മാനേജ്മെന്റ് സെന്റർ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന കൂൾ റൂഫ് പദ്ധതിക്കും മെയ് മാസം മുതൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി 28 മുതൽ തില്ലങ്കേരിയിൽ നടക്കുന്ന അഖിലേന്ത്യാ കിസാൻ കൗൺസിൽ യോഗം വിജയിപ്പിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. മട്ടന്നൂർ മുകുന്ദൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്ന യോഗം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് P ഗോവിന്ദൻ, സെക്രട്ടറി M പ്രകാശൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MC പവിത്രൻ, NR സക്കീന, KC മനോജ്, CPIM ഏരിയ സെക്രട്ടറി M രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ ബനോളി സ്വാഗതവും മട്ടന്നൂർ ഏരിയ സെക്രട്ടറി PM സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികൾ EP ജയരാജൻ, KK ശൈലജ MLA രക്ഷാധികാരികൾ, P പുരുഷോത്തമൻ ചെയർമാൻ, NV ചന്ദ്രബാബു, CV ശശീന്ദ്രൻ, T കൃഷ്ണൻ വൈസ് ചെയർമാൻമാർ, KC മനോജ് കൺവീനർ, M രതീഷ്, MV സരള, PM സുരേന്ദ്രൻ, P സുരേഷ് ബാബു ജോയിന്റ് കൺവീനർമാർ. കർഷക സമരങ്ങളിലൂടെ പോരാട്ട ചരിത്രം രചിച്ച തില്ലങ്കേരിയിൽ 28, 29, 30 തീയതികളിലാണ് അഖിലേന്ത്യാ കിസാൻ കൗൺസിൽ യോഗം നടക്കുന്നത്. കിസാൻ സഭയുടെ 36ാമത് അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരിയിൽ രാജസ്ഥാനിൽ നടക്കും. അധ്യാപകരിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ വിജിലൻസ് പിടിയിൽ. കോഴിക്കോട് വടകര സ്വദേശി KP വിജയനെയാണ് വിജിലൻസ് ശനിയാഴ്ച കൈയോടെ പിടികൂടിയത്. കോട്ടയം പാലായിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപകരിൽ നിന്നാണ് വിജയൻ കൈക്കൂലി വാങ്ങിയത്. കോട്ടയം ജില്ലയിലെ ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 അധ്യാപകരുടെ പുനർനിയമനം ക്രമപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകി സെക്രട്ടേറിയറ്റിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകാനാണെന്നും പറഞ്ഞാണ് വിജയൻ കൈക്കൂലി ആവശ്യപ്പെട്ടത്. അധ്യാപകരുടെ പുനർനിയമനം ക്രമപ്പെടുത്തുന്നത് സംബന്ധിച്ച ഫയൽ നടപടിക്രമങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടന്നുവരികയാണ്. ഏപ്രിലിൽ സെക്രട്ടേറിയറ്റിൽ നിന്നാണെന്ന് പറഞ്ഞ് ഏജന്റായ വിജയൻ ഒരു അധ്യാപകനെ ഫോണിൽ വിളിച്ച് മറ്റ് 2 അധ്യാപകരെയും കൂട്ടി തിരുവനന്തപുരത്തെത്താൻ പറയുകയായിരുന്നു. തുടർന്ന് സെക്രട്ടേറിയറ്റിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന അധ്യാപകർ കോട്ടയം പാലാ സ്വദേശിയും അധ്യാപക സംഘടനാ നേതാവുമായ പരാതിക്കാരനെ ഫയലുകൾ ശരിയാക്കുന്നതിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. ശനിയാഴ്ച ഉച്ച 1:50-ന് എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലെ വാട്ടർ മെട്രോ സ്റ്റേഷനു സമീപം വെച്ച് പരാതിക്കാരനിൽ നിന്നും 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവെ വിജയനെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു. വിജയന്റെ കോഴിക്കോട് വടകര തോടന്നൂർ കീഴൽ എന്ന സ്ഥലത്തുള്ള വീട്ടിൽ വിജിലൻസ് സംഘം സെർച്ച് നടത്തുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 എന്ന നമ്പറിലോ 8592900900 എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പറായ 9447789100 എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം IPS അഭ്യർത്ഥിച്ചു. തലശ്ശേരി മാഹി ബൈപ്പാസിൽ ബാക്കിയുള്ള പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കാൻ ധാരണ. സർവീസ് റോഡുകളുടെ പൂർത്തീകരണം, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ, അപകട മേഖലയായ ഈസ്റ്റ് പള്ളൂർ ട്രാഫിക് കവലയിൽ അടിപ്പാത നിർമ്മിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് ബാക്കി. പുതിയ നിർമ്മാണ കമ്പനിയെ പ്രവൃത്തി ഏൽപ്പിക്കാനും തീരുമാനിച്ചു. NHAA പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത്, അസിസ്റ്റന്റ് പ്രൊജക്ട് ഡയറക്ടർ ഷെഫിൻ എന്നിവർ സ്പീക്കർ AN ഷംസീറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ബൈപ്പാസ് സർവീസ് റോഡിൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളും കൊളശ്ശേരിയിൽ മണ്ണിടിഞ്ഞ ഭാഗവും സ്പീക്കറോടൊപ്പം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. സാങ്കേതിക പഠനം നടത്തി ഉടൻ പരിഹാരം കാണുമെന്ന് പ്രൊജക്ട് ഡയറക്ടർ ഉറപ്പു നൽകി.
ബാരാബോൾ ജലവൈദ്യുതി പദ്ധതിയിൽ ഉൽപ്പാദനം തുടങ്ങി. കനാൽ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ താൽക്കാലികമായി പരിഹരിച്ചും ചോർച്ചയെ തുടർന്ന് പരാതി നൽകിയ കുടുംബത്തിന് പുനരധിവാസമടക്കം ഏർപ്പെടുത്തിയുമാണ് ഉൽപ്പാദനം ആരംഭിച്ചത്. ഇക്കുറി 50 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കഴിഞ്ഞ കൊല്ലം മഴ വൈകിയതിനാൽ ജൂൺ 24-നാണ് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയത്. ഈ വർഷം നേരത്തെ കനത്ത മഴ കിട്ടിയതിനാൽ 18 ദിവസം മുമ്പേ തുടങ്ങാനായി. 5 മെഗാവാട്ടിന്റെ 3 ജനറേറ്ററുകളാണ് ബാരാപോളിലുള്ളത്. 2 ജനറേറ്റർ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാനുള്ള വെള്ളവും നിലവിൽ പുഴയിലുണ്ട്. മഴ വീണ്ടും കനത്താൽ 3 ജനറേറ്റർ പ്രവർത്തിപ്പിക്കും. കർണാടകത്തിലെ കടുകുമല നിരകളിൽ നിന്നും ഉത്ഭവിച്ചെത്തുന്ന ബാരാപോൾ പുഴകളിൽ നിന്നുമുള്ള വെള്ളം പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താതെ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം. കർണാടക വനമേഖലയിലും നല്ല മഴ ലഭിച്ചത് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രതിവർഷം 36 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ബാരാപോളിന്റെ സ്ഥാപിത ശേഷി. കഴിഞ്ഞ വർഷം 43.98 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് KSEB മിനി പദ്ധതികളുടെ കൂട്ടത്തിൽ മികവുയർത്തി. 2021-ൽ 49.83 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് സർവകലാശാല റെക്കോർഡിട്ടു. 9 വർഷം മുമ്പാണ് ബാരാപോൾ പദ്ധതി ആരംഭിച്ചത്. മഴയെയും പുഴയിലെ നീരൊഴുക്കിനെയും ആശ്രയിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണിത്. 6 വർഷം 40 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചതോടെ KSEB ബാരാപോളിനെ മികവിന്റെ പട്ടികയിൽപ്പെടുത്തി. തുടർന്നുള്ള 2 വർഷം ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും യന്ത്രങ്ങൾക്ക് ഉൾപ്പെടെ വൻ നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. ഉൽപ്പാദനം നിലച്ചു. 2020-ൽ 28.96 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് വീണ്ടും കുതിപ്പ് തുടങ്ങി. കഴിഞ്ഞ നവംബർ വരെ തുടർന്ന വൈദ്യുതി ഉൽപ്പാദനം നീരൊഴുക്ക് നേർത്തതിനാൽ നിർത്തിയിരുന്നു. CPM മേനപ്രം ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിലുള്ള ശവസംസ്കാര സന്നദ്ധ സേന ഫ്യൂണറൽ കോഴ്സിന്റെ പ്രവർത്തനം തുടങ്ങി. നോർത്ത് മേനപ്രം കൂത്തുപറമ്പ് രക്തസാക്ഷി പുതുക്കുടി പുഷ്പൻ സ്മൃതി മണ്ഡപത്തിന് സമീപം CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം V ഉദയൻ അധ്യക്ഷനായി. എല്ലാ മതസ്ഥരുടെയും ആചാരങ്ങൾക്കനുസരിച്ചുള്ള ചടങ്ങുകൾ പരിശീലിച്ച 45 വളണ്ടിയർമാരാണ് ഫോഴ്സിലുള്ളത്. അതിനാവശ്യമായ സാധന സാമഗ്രികളും ഫോഴ്സ് ഒരുക്കി കൊടുക്കും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VK രാഗേഷ്, KK സുധീർ കുമാർ, A പ്രദീപൻ, N അനൂപ്, DYFI ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ എന്നിവർ സംസാരിച്ചു. CPM മേനപ്രം ലോക്കൽ സെക്രട്ടറി T ജയേഷ് സ്വാഗതവും KP ഷിനോജ് നന്ദിയും പറഞ്ഞു. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ കേരളത്തിലെത്തും. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കേരളത്തിൽ 2 കളികൾ നടത്താനാണ് ആലോചന. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിലെത്തിയതിനു ശേഷം ആദ്യ തുക ട്രാൻസ്ഫർ ചെയ്യും. 2011-ലാണ് ഇതിനു മുമ്പ് അർജന്റീന ഇന്ത്യയിലെത്തിയത്. അന്ന് മെസ്സിയുടെ നേതൃത്വത്തിലിറങ്ങിയ ടീം കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വേലയെ ആണ് നേരിട്ടത്. അന്ന് അർജന്റീന ഏകപക്ഷീയമായ 1 ഗോളിന് ജയിച്ചിരുന്നു. 2022-ൽ ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ അർജന്റീന ടീമിന് കേരളത്തിൽ നിന്നും ലഭിച്ച പിന്തുണയ്ക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നന്ദി പറഞ്ഞു. തീവണ്ടി യാത്രയിൽ ആധാർ കാർഡ് പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം. ടിക്കറ്റ് പരിശോധകർ ആധാർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ റെയിൽവേ ഉത്തരവിട്ടു. തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് നിർബന്ധിത ആധാർ വെരിഫിക്കേഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിന് പിറകെയാണ് കാറ്ററിംഗ് ജീവനക്കാരുടെയും ശുചീകരണ വിഭാഗം ജീവനക്കാരുടെയും ആധാറും പരിശോധിക്കണം. വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് ആൾമാറാട്ടവും ദുരുപയോഗവും തടയുകയാണ് ലക്ഷ്യം. പരിശോധനയിൽ ആധാർ കാർഡ് വ്യാജമാണെന്ന് തോന്നിയാൽ ഉടൻ റെയിൽവേ സംരക്ഷണ സേനയെയോ പോലീസിനെയോ അറിയിക്കണം. നിലവിൽ ടിക്കറ്റ് പരിശോധനകൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ ഡൗൺലോഡ് ചെയ്യാനാണ് നിർദ്ദേശം. ടിക്കറ്റ് പരിശോധകരുടെ ടാബ് ആപ്പ് ലഭ്യമാക്കും. ഇന്ത്യയുടെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ആധാർ. QR കോഡ് ഉൾപ്പെടെ പരിശോധിക്കാം. സ്കാൻ ചെയ്യുമ്പോൾ ആധാർ നമ്പർ, പേര്, വിലാസം ഉൾപ്പെടെ പ്രധാന തിരിച്ചറിയൽ വിവരങ്ങൾ ആപ്പ് പ്രദർശിപ്പിക്കും. ഓഫ്ലൈൻ മോഡിലും ആപ്പ് പ്രവർത്തിക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.